നിസ്സാര വാക്കുതർക്കങ്ങളാണ് രണ്ടുപേരുടെ ജീവനെടുക്കാൻ കാരണമായത്. കൊട്ടാരക്കരയിൽ മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെങ്കിൽ കോന്നിയിൽ കുടുംബ തർക്കമാണ് ഒരാളുടെ ജീവനെടുത്തത്. ഈ രണ്ട് വാർത്തകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് കൊട്ടാരക്കരയിലേക്കാണ്. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോടാണ് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. നെല്ലിവിള ഭാഗം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽകുമാർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മദ്യപാനത്തിനുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. പല ദിവസങ്ങളിലും മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുന്നത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം. ഈ അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ, ഇതൊക്കെ ഇപ്പോൾ മലയാളി പതിവായി കേൾക്കുന്ന ഒരു വാർത്തയായി മാത്രം മാറുന്നു. പക്ഷേ നമ്മുടെ പലരുടെയും, പല കുടുംബങ്ങളുടെയും, പല യുവാക്കളുടെയും ജീവനെടുക്കാൻ മദ്യവും ലഹരിയും ഒക്കെ കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവത്തോടെ ഈ സംഭവത്തെ കാണേണ്ടതാണ്. എന്താണ് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഏറ്റവും വില്ലനായി വന്നത് മദ്യം തന്നെയാണ്. ലഹരി ഉപയോഗം, രണ്ട് യുവാക്കൾ ചേർന്നുള്ള ലഹരി ഉപയോഗം നിസാര പ്രശ്നത്തിനാണ് ഈ ഒരു കയ്യാങ്കളിയിലേക്കും പിന്നീട് ഒരാളുടെ ജീവനെടുക്കുന്ന ഒരു വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കും മാറിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ആസ്പദമായ സംഭവം തന്നെ ഉണ്ടാകുന്നത്. നമ്മുടെ പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്, കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് ടോം സൂചിപ്പിച്ച ഈ സ്ഥലം. ഇവിടെ രണ്ട് അയൽവാസികളാണ്, ആദർശും സുനിൽകുമാറും. സുനിൽകുമാറിന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. സുനിൽകുമാർ തനിച്ചാണ് താമസിച്ചത്. സുനിൽകുമാറിന്റെ അച്ഛൻ സുനിൽകുമാറിന്റെ സഹോദരിക്കൊപ്പമാണ് താമസിച്ച് വന്നിരുന്നത്. അപ്പോൾ ഈ നാട്ടിൽ പ്രദേശത്തെ ജോലിയൊക്കെ ചെയ്താണ് സുനിൽകുമാർ ജീവിച്ചു വന്നത്. അപ്പം സുനിൽകുമാറും ഈ ആദർശം തമ്മിൽ സുഹൃത്തുക്കളാണോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർ പറയുന്നത് അവർ തമ്മിൽ സുഹൃത്തുക്കളല്ല എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്താണ് ഇവർ തമ്മിൽ സഹകരിച്ച് തുടങ്ങിയതും. അങ്ങനെ ഇരുവരും കഴിഞ്ഞ ദിവസം മദ്യപിക്കുന്നു. മദ്യപാനത്തിനിടയിലുണ്ടായ ഒരു തർക്കം, അതായത് താൻ ഒരു വരുത്തനല്ലേ എന്ന് ഈ ആദർശ് ചോദിക്കുന്നു. ഈ ചോദ്യത്തിൽ പ്രകോപിതനായ സുനിൽകുമാർ രണ്ടുപേരും തമ്മിൽ വീണ്ടും വാക്കേറ്റത്തിലാകുന്നു. അങ്ങനെ ഇയാളുടെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു കോടാലി കൊണ്ടുവന്ന് ആദ്യം കോടാലിയുടെ കൈ ഉപയോഗിച്ച് തലയ്ക്കടിക്കുന്നു എന്നാണ് എഫ്ഐആർ സൂചിപ്പിക്കുന്നത്. തലയ്ക്കടിക്കുകയും പിന്നീട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ആ മൃതശരീരം അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഭിത്തിയോട് ചേർത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി, അത് ഒന്ന് എഴുന്നേക്കാനോ നിലവിളിക്കാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും ഈ സംഭവം പോലീസിൽ വിവരം അറിയിക്കുന്നത് ഈ കൃത്യം നടത്തിയ ആൾ തന്നെ സുനിൽകുമാറാണ്. ഇതിനുശേഷം പുത്തൂർ പോലീസിൽ വിളിച്ചിങ്ങനെ വിവരങ്ങൾ പറയുന്നു, താൻ ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് ഒരു 1-1.5 മണിയോട് കൂടിയാണ് ഈ പ്രദേശത്ത് എത്തുകയും ഇവിടെ പിടികൂടുകയും ചെയ്തത്. അപ്പോൾ സുനിൽകുമാർ ആദ്യം പോലീസിനോട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കൃത്യത്തിന് ശേഷം താൻ കൊലപ്പെടുത്തി എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ടോം, സത്യത്തിൽ സുനിൽകുമാറിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം താൻ വരുത്തനല്ലേ എന്ന് ചോദിക്കും. അതായത് മുൻപ് ഈ സുനിൽകുമാർ ഇവിടെ അല്ലായിരുന്നു താമസം, തൊട്ടടുത്ത് മറ്റൊരു പ്രദേശത്തായിരുന്നു. അവിടെ നിന്നും ഈ വീടും വസ്തുവും സുനിൽകുമാർ വാങ്ങിയിട്ട് അവിടെയാണ് താമസിച്ചു വന്നത്. ഏകദേശം ഒരു വർഷത്തിനകത്താവുന്നതേ ഉള്ളൂ എന്നാണ് പ്രദേശവാസികൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ താനൊരു വരുത്തനല്ലേ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിലാണ് ഇത്രയും പ്രകോപിതനായത്, ഇത്തരം കൃത്യം നടത്തിയത്. എന്നാലും നാടിനെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ മുൻപ് അവിടെ ഉണ്ടായിട്ടില്ല. ായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണെന്നൊക്കെയാണ് ഏറെ നടുക്കമുളവാക്കുന്ന കാര്യം. വിനീഷ്, ഒരൊറ്റ വാക്കിൽ ഉണ്ടായ പ്രകോപനം അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. മറ്റെന്തെങ്കിലും തർക്കം അല്ലെങ്കിൽ വ്യക്തിവിരോധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട് ടോം. പ്രദേശവാസികളിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം ഇവർ തമ്മിൽ മുൻപ് സുഹൃത്തുക്കളല്ല എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഇരുവരും ഒരു ജോലിയിൽ ഏർപ്പെട്ടു. തൊട്ടടുത്ത ഒരു വീട്ടിൽ പന്തൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അന്നേരം ഉണ്ടായ ഒരു സൗഹൃദം 2-3 ദിവസം മാത്രമേ ആകുന്നുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവർ മദ്യപാനം കഴിഞ്ഞ ദിവസം ഒരുമിച്ചിരുന്ന് മദ്യപിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിലേക്ക് തന്നെ നീങ്ങിയത്. എന്തായാലും ഈ സുനിൽകുമാറിന് ഇത്തരത്തിലുള്ള സ്വഭാവം വൈകൃതങ്ങൾ ഉള്ള ഒരാളാണെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ചില സൂചനകൾ ലഭ്യമാണ്. കാരണം ഇയാളെ പേടിച്ചിട്ടാണ് ഇയാളുടെ അച്ഛൻ സഹോദരിയോടൊപ്പം പോയി മകളോടൊപ്പം പോയി താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് സുനിൽകുമാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻപ് എന്തെങ്കിലും കേസിൽ ഇയാൾ പ്രതി ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അടക്കമല്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അയാൾക്കെതിരെ അടിപിടി കേസുകളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നു. എന്തായാലും സുനിൽകുമാറിനെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ലഹരിയുടെ ഉപയോഗം
സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യം നടത്തിയതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. രണ്ടുപേരും നല്ല മദ്യലഹരിയിൽ തന്നെയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. കയ്യാങ്കളിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് കോടാലി ഉപയോഗിച്ച് വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുത്തൂരിൽ അരങ്ങേറിയത്. യെസ്, ഈ സംഭവത്തിൽ ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? അതോ സുനിൽകുമാർ തനിച്ചാണോ കൃത്യം നടത്തിയത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൃത്യം നടത്തിയിട്ട് സുനിൽകുമാറാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് താൻ ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ സുനിൽകുമാർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത് എന്നാണ് സുനിൽകുമാറിന്റെ മൊഴി അങ്ങനെയാണ്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടവരൊന്നും തന്നെ ഈ പ്രദേശത്തില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കും മറ്റ് പങ്കുകളില്ല എന്ന പ്രാഥമികമായ നിഗമനം പോലീസിനുണ്ട്. എന്തായാലും പോലീസ് പൂർണ്ണമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. DYSP അടക്കം സംഭവ സ്ഥലത്തെത്തുകയും കൃത്യമായി പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളുടെല്ലാം മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 1:30 മണിക്കാണ്, അർദ്ധരാത്രിയോട് കൂടിയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. അപ്പോൾ പോലീസ് എത്തിയതിനു ശേഷമാണ് നാട്ടുകാരിൽ ചിലർ ഈ വിവരമൊക്കെ അറിയുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് പ്രദേശത്ത് നിന്ന് തന്നെ അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ പോലീസ് പൂർണ്ണമായിട്ടൊരു നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ പോലീസ് അവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം, നാട്ടുകാരിൽ നിന്നും കൃത്യമായുള്ള മൊഴികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ്. ഇന്ന് തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേട്ടോ. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് മദ്യപാനത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കം യുവാവിൻ്റെ ജീവനെടുക്കാൻ കാരണമായത്. നിസ്സാരൊരു ചോദ്യമാണ്. അതായത് നീ വരുത്തനയല്ലേ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ തുടങ്ങിയൊരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.